എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. ഫിലിപ്പിയ 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പ്രകാരം പറയുകയാണ്, നമ്മളെ ശക്തനാക്കുന്നവനിലൂടെ നമുക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. കർത്താവ് എങ്ങനെയൊക്കെ നമ്മളെ ശക്തനാക്കുന്നത്? നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മളെ ദൈവം ശക്തീകരിക്കുന്നുണ്ട്. വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നുണ്ട്. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും വചനം വായിക്കുകയും വചനം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടുകയാണ്. അപ്പം പരിശുദ്ധാത്മാവാകുന്ന സഹായകനായ ദൈവം നമുക്ക് അരികിലുണ്ട്, സമീപസ്ഥനായിട്ടുണ്ട്. ക്രിസ്തു വസിക്കുന്ന ഒരു വ്യക്തിക്ക് സഹായഹസ്തവുമായി ദൈവം തന്നെ ആത്മാവായി കൂടെയുണ്ട്. അപ്പോൾ വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഒരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹായോട് ഈശോ പ്രാർത്ഥനയിലൂടെ അപ്പോസ്തലനെ സഹായിക്കുമായിരുന്നു. അപ്പോൾ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. അപ്പോസ്തലൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോസ്തലൻ കാണുന്നൊരു പിക്ചർ, സ്വർഗ്ഗത്തിൽ ഈശോ അപ്പോസ്തലന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തിമോത്തിയോസിന്റെ ലേഖനം എഴുതുന്ന 1 തിമോത്തിയോസ് 2-5 വാക്യത്തിൽ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. അതായത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഈശോ സ്വർഗ്ഗത്തിൽ ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആത്മാവാകുന്ന ദൈവം നമുക്ക് സമീപസ്ഥനായി നമ്മുടെ അരികിലുണ്ട്. ഈ സത്യത്തെ തിരിച്ചറിഞ്ഞ അപ്പോസ്തലൻ പറയുക, എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്ക് സകലതും ചെയ്യാൻ സാധിക്കും. അതായത് ഞാനല്ല ചെയ്യുന്നത്, എന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ് എന്നിൽ അധ്വാനിക്കുന്നത്. കൊറിന്തോസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ടേ, ഞാൻ എല്ലാവരെക്കാളും കൂടുതൽ അധ്വാനിച്ചു, പക്ഷെ ഞാനല്ല, എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ. ഇന്നിങ്ങനെ എന്ന് പറഞ്ഞേ, കർത്താവേ നിന്റെ കൃപ എനിക്ക് മതി, ആ കൃപയിലൂടെ എൻ്റെ ജീവിതത്തിലെ സകലതിനെ മറികടന്ന് വിജയിച്ച് അങ്ങ് നൽകുന്ന അനുഗ്രഹത്തിൽ മുന്നേറുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവിൻ്റെ കൃപ അത്ഭുതകരമായി നമ്മളെ വഴി നടത്തും. അത് പരിവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, അതായത് അസാധ്യമെന്ന് നമുക്ക് തോന്നും, നമ്മുടെ കഴിവിനോ ശക്തിക്കോ നടക്കാത്ത കാര്യം അസാധ്യം അല്ലേ, അതിലേക്ക് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സൂപ്പർ നാച്ചുറലായിട്ട് ദൈവത്തിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് അതിനുവേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പറയാം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും.